പിന്നെ ആശ്രമത്തിൽ പോയി പരിശോധിക്കണോ? കോമഡി പറയരുത് ഈ സമയത്ത്. പിന്നെ എടി അതല്ല, അവിടെ ചെന്ന് സിസ്റ്റർമാരും നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ. അപ്പം എങ്ങനെ എനിക്ക് അത് പറ്റില്ല, എനിക്ക് നാണക്കേടാണ്. എനിക്ക് തുണിയൊക്കെ ഉരിഞ്ഞിട്ട് അത് പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ, എന്നോട് പഠിച്ച ഡോക്ടർ, അവന് ഞാൻ അയച്ചു കൊടുത്തു. അവനപ്പോ നോക്കിയിട്ടാണ് നിന്റെ അസുഖം എന്താന്ന് അവൻ എന്നോട് പറയാൻ അവൻ ഫോണിലൂടെ എന്നോട് പറഞ്ഞു. അവനിപ്പോ വരും, ഈ വീട്ടിൽ വരും, ഈ വീട്ടിൽ വന്ന് എന്നെ നോക്കും. അപ്പൊ നിനക്ക് വിശ്വാസമാകും. ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ വരട്ടെ, എന്നിട്ട് കാര്യം തീരുമാനം ഉണ്ടാക്കാം. എടി ഡോക്ടർ വരും, നീ ഇത് എടി നിൻ ബാഗ് എടുക്കടി. നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാടി. നീ അകത്തു പോകുമ്പോ ഇതില് നിന്റെ ഭർത്താവല്ലേ ഞാൻ? ഡോക്ടർ വരട്ടെ. നിന്നെ 7 വർഷം സ്നേഹിച്ചവനല്ലേ ഞാൻ? അതൊക്കെ ഇന്ന് തീരുമാനം ഉണ്ടാക്കാം. എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിന്റെ ചിത്രമല്ലേടി? പിന്നെ നീ അല്ലാതെ ഈ ഹൃദയത്തിൽ ആരെങ്കിലും ഉണ്ടോ? സജി എവിടെയാടാ? വേഗം പാടാ. പൊന്നു ഡോക്ടർ സാറ്, എന്റെ രോഗമെന്ന് കേൾക്കണേ. ആദ്യം കയ്യിലെ ഏത് ഡോക്ടറാണ് സൈക്കിളിൽ നടക്കുന്നത്? അതറിഞ്ഞൂടെ? ഡോക്ടർ സണ്ണി മഞ്ചിത്താഴ് സിനിമയിലെ ഏവൂരുള്ള ഗംഗയുടെ വീട്ടിൽ സൈക്കിളിലാണല്ലോ പോയ. അപ്പൊ അതിന് കുഴപ്പമില്ല, അതും വെറും 5 മിനിറ്റിൽ. അത് സിനിമയായിട്ട് അതല്ല ലാലേട്ടൻ അഞ്ഞ് ഔട്ടിയിട്ട് നിനക്ക് അറിയോ? ഡോക്ടർമാര് സൈക്കിളിൽ നടക്കത്തില്ല, ഡോക്ടർമാർ കാറിലാണ്. കാറിന് പുറകിൽ അവരുടെ ചിഹ്നമൊക്കെ കാണും. അതൊക്കെ ഉണ്ട്. പ്രഭാകരൻ ഡോക്ടറെ കാറായിരുന്നു വലിച്ചോടിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒപ്പിച്ചോളൂ. ഇതെന്തത്? ഈ തലമുടി വിഗ്? പ്രഭാകരൻ ഡോക്ടറെ വിഗ് കുളിക്കാൻ കയറിയപ്പോ എടുത്താലേ അതൊക്കെ വേറെ. ഇതെവിടെ ഒപ്പിച്ച്? ഞാനേ വരുന്ന വഴി ഈ സാധനം വേണ്ടേ? അങ്ങനെ പ്രഭാകരൻ ഡോക്ടറെ വീട്ടിൽ കയറി. ഞാൻ പറഞ്ഞു സാറേ എന്റെ കാലിന് എന്തെന്ന് അറിഞ്ഞൂടെ, വേനയെന്ന് പറഞ്ഞു. അപ്പൊ സാറ് മരുന്നെടുക്കാൻ അകത്ത് കയറിയപ്പോ എടുത്തോണ്ട് ഓടി. അപ്പൊ അങ്ങനെ ഹെഡ്സെറ്റ് എന്തായാലും ഞാൻ ഒപ്പിച്ചു. ഹെഡ്സെറ്റ്? എടാ ഇത് ടെലസ്കോപ്പ്. രണ്ടും ചെവി വെച്ച് കേൾക്കണം സാമാനം. നീ എത്ര നിനക്ക് ഇത് വെച്ച് കേൾക്കാൻ അറിയാമോ? പിന്നെ എനിക്ക് കേൾക്കണോ? കേൾക്കണം. ഇതെല്ലാം പഠിച്ചോണ്ടല്ലേ, ചുമ്മാ അല്ലല്ലോ വരുന്നേ. ഇതൊക്കെ ഞമ്മക്ക് അറിയാവുന്നല്ലടാ ഇതല്ല. ചാത്ത മരിച്ചു വിട്, നല്ലോണം മരിച്ചു വിടാ. വലിച്ചുവിട്ടെ. കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ലടാ. കേൾക്കുന്നില്ല? എന്റെ അമ്മയുടെ കേൾക്കുന്നില്ല. എനിക്ക് ഏതോണ്ട് അസുഖം. സത്യമായിട്ട് കേൾക്കുന്നില്ല. എനിക്ക് ഏതോണ്ട് അസുഖം ഉണ്ട്. എനിക്ക് ഇവിടെ കേൾക്കുന്നില്ല. ദൈവത്തിലുള്ള നീയാണോ കേൾക്കുന്നില്ലേ? കൊണ്ട് കൂട്ടുകാരൊക്കെ പിന്നെ നിന്റെ ചെവി വെച്ചാ പിന്നെ എനിക്ക് എന്നിട്ടോ അത്രേ ഉള്ളു. എല്ലാം ഓക്കേടാ. കോട്ട സംഘടിപ്പിച്ചു. കൂട്ട് കറക്റ്റ്. കോട്ട ഇവിടെ കിട്ടിയടാ. ഇതേ പെണ്ണുമുള്ള ഈ കുടുംബശ്രീയുടെ വനിതാ ഹോട്ടലിൽ വിളമ്പാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഇന്നില്ലാത്തോണ്ട് ഞാൻ എടുത്ത് അങ്ങനെ ഉണ്ട്. ജീവിതം കൊണ്ടുള്ള കളിയാണ്. ഡോക്ടർമാർ പറയുന്ന എന്തെങ്കിലും വാക്കുകൾ നിനക്ക് അറിയാവോ? ഇവിടെ സിമ്പിളെല്ലാം പഠിക്കാതെ നിന്റെ ഒരു അത്യാവശ്യത്തിന് ഞാൻ വരുമ്പോ ഞാൻ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഞാൻ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ പ്ലംബിങ്ങിന്റെ പണിക്കുന്നതിന് അതിന്റെ ഇടയിൽ ഞാൻ ഓടി വരുവാ. ഞാൻ അറിയോ? ഇതെല്ലാം സിമ്പിൾ ആയിട്ട് 3 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ഡോക്ടറാണെന്ന് ആരും വിശ്വസിക്കും. അതെന്തോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈ. പണിയായിരുന്നു അവിടെ? നീ പണിയായിരുന്ന? പിന്നെ പണി നടന്നോണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ വീട്ടിൽ പരാതൊല്ലില്ല. അച്ഛൻ്റെ വീട്ടിൽ എന്താണ് പണിപാട് കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഇല്ല, അത് നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ വരുന്നതാടാ. എന്ത് പറ്റിയടാ? ഇതൊക്കെ അറിയാമോ? അച്ഛൻ്റെ വീട്ടിൽ ഞാൻ പണി കഴിഞ്ഞപ്പോഴത്തേനെ ഈ കഴിഞ്ഞ അച്ഛൻ്റെ ഒരു ബെഡ്റൂമിനകത്ത് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തേക്കുക. എനിക്ക് അറിഞ്ഞൂടാ. മോട്ടർ ഫിറ്റ് ചെയ്ത് ഇപ്പൊ മോട്ടറിനെ സ്വിച്ച് ഇടുമ്പോ ഒരു മുറിക്കകത്ത് വെള്ളം നിറയുക. എനിക്ക് അറിഞ്ഞൂടാ അത് എന്തുവാ ടെക്നിക്കൽ. നീ അയച്ചു കൊടുത്ത ഫോട്ടോ എന്ന് കാണിച്ചു. ഏത് ഈ ആവശ്യമില്ലാതെ എന്തിനും നമ്മൾ ഓരോ ഫോട്ടോ അല്ലേ? ഓരോ ആവശ്യമില്ല ഓരോ കേസാ. വെറുതെ ഇപ്പൊ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്ത് പോയടാവേ. ഉമ്മ ഒരു ഫോട്ടോ നമ്മളിപ്പോ ഒരു സെൽഫി അയച്ചു കൊടുത്താ അത് അവിടെ എന്തുവാ ഇതെന്തുവാണ് ഇത് അയച്ചു കൊടുത്തേക്കുന്നത്? സ്ക്രീൻ കാർഡ് പൊട്ടിപ്പോടാ. നീ എന്തുവാണ് വേലയുടെ കാണി? ഇതൊക്കെ അയച്ചു കൊടുത്താൽ എന്റെ തലയിലെടുത്ത് വെക്കുവോ? നീ സമ്മാനപ്പെടും. നീ അവളെ വിളി ബാക്കി ഞാൻ പിടിച്ചോളാം. ഒന്നും നോക്കാനില്ല. എന്താ നീ വന്നു ഡേ വന്ന് ആണോ? ഡോക്ടർ വന്ന്